ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൾച്ചർ കഫേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ 2023 ഫസ്റ്റ് വീഡിയോ എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഐഡിയ വന്നത്. ഈ വർഷം ഞാൻ എടുക്കുന്ന ഒരു ഫസ്റ്റ് തീരുമാനം തന്നെ എൻ്റെ ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. ലോങ് ഹെയർ വിട്ടിട്ട് നല്ല ഫ്രീ ആയിട്ട് ആമ്പിളേരെ പോലെ ഷോർട്ട് ഹെയറൊക്കെ വെച്ച് കുറച്ച് നാൾ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ചെന്നൈയിലെ വെള്ളവും എൻ്റെ മുടിയും തമ്മിൽ ഒട്ടും ചേരില്ല. ഇവിടുത്തെ ഹാർഡ് വാട്ടറാണ്, അത് യൂസ് ചെയ്ത് മുടി ഭയങ്കര ഫ്രിസി ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഈ കാണുന്ന കോലത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഹെയർ ആയപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഷോർട്ട് ഹെയർ ആക്കിയിട്ടുണ്ട്, ബട്ട് ഇറ്റ് വാസ് നോട്ട് ബോയ് കട്ട് പോലെയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ബോബ് ചെയ്തിട്ടില്ലേ, ആ ഒരു നെക്ക് ലൈൻ വരെയൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രൂപത്തിലേക്ക് വരുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഞങ്ങൾ സ്റ്റുഡിയോ 11 പണ്ട് ഈ റൈറ്റ് സൈഡ് കാണുന്നില്ല, സ്റ്റുഡിയോ 11 വന്നിട്ടാണ് നമ്മുടെ ഹെയർ കട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നോർമലി ശരത്തിൻ്റെ അമ്മയും കുഞ്ഞൊക്കെ വന്ന് കട്ട് ചെയ്യാറ്. ബിക്കോസ് ഇവർക്ക് എല്ലാവർക്കും വന്നിട്ട് ഷോർട്ട് ഹെയർ ആണ്. മേ ബി അവരുടെയും റീസൺ ഇതായിരിക്കാം. ചെന്നൈയിൽ ലോങ് ഹെയർ അത്ര സുഖമുള്ള പരിപാടിയല്ല. അപ്പോൾ എൻ്റെ കാർക്കൂന്തൽ വെട്ടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നല്ല തിക്ക് ഹെയർ ആണ് കേട്ടോ എൻ്റെത്. എന്താ പറയുക, അമ്മയുടെ ഒരു ഹാർഡ് വർക്ക് ആണെന്ന് പറയാം എൻ്റെ ഹെയർ. അമ്മയാണ് എൻ്റെ മുടി നന്നായിട്ട് നോക്കിയിട്ടുള്ളത്. കാരണം ചെറിയ കുട്ടിയായിരിക്കുമ്പോഴത്തേക്കും അമ്മ ഒരിക്കലും എനിക്ക് ലോങ് ഹെയർ വെച്ചിട്ടേ ഇല്ല. എപ്പോഴും വെട്ടി ഒരു 6 മന്ത്സിൽ അമ്മ മറക്കാണ്ട് 6 മന്ത്സ് ആകുമ്പോൾ എൻ്റെ മുടി അറ്റം ട്രിം ചെയ്ത് വിടും. പിന്നെ അമ്മ ആകെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണോ നിനക്ക് നിൻ്റെ മുടി നോക്കാൻ കേപ്പബിൾ ആവുന്നത് അപ്പോൾ മാത്രമേ നീ ലോങ് ഹെയർ മതി, അതുവരയ്ക്കും ഷോർട്ട് ഹെയർ തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എൻ്റെ ഷോർട്ട് ഹെയർ ഒരു 7-8 സ്റ്റാൻഡേർഡ് വരെയും എനിക്ക് ഷോർട്ട് ഹെയർ തന്നെയായിരുന്നു. പിന്നെ എന്താ പറയുക, ഇപ്പോഴും എനിക്ക് ആ ഒരു കാര്യമാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ലോങ് ഹെയർ നോക്കാനുള്ള ടൈമില്ല. എനിക്കൊരു വാവയുണ്ട്, മോൻ്റെ കാര്യം, പിന്നെ ഇനിയിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അത്, പിന്നെ കുളിച്ച് കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് ടൈം കൊടുത്ത് എൻ്റെ മുടി ഉണക്കിയെടുക്കാൻ അതിനൊന്നും സമയമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ മുടി ഇത്രയും ഫ്രിസി ആയതും ഇത്രയും ഡാമേജ്ഡ് ആയതും. സോ എനിക്ക് തോന്നുന്നു 2023 ഏറ്റവും മികച്ച ഒരു തീരുമാനമാണ് ഈ ഒരു ഹെയർ കട്ട്. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 6 ഇയേഴ്സ് ആവുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പല വട്ടവും ശരത്ത് എന്നോട് പറഞ്ഞതാണ്, ഈ ഒരു സ്റ്റൈല് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയും. പക്ഷേ അപ്പോഴും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എനിക്ക് ഷോർട്ട് ഹെയർ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ഹെയർ ഞാൻ എന്നിൽ കണ്ട് മടുത്ത കാര്യമാണ്. ചെറിയ പ്രായത്തിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല മുടിയൊക്കെ ഇങ്ങനെ മെടഞ്ഞിട്ട് സ്കൂളിൽ വരുമ്പോൾ ഐ യൂസ് ടു ഹാവ് എ ഷോർട്ട് ഹെയർ, തലയിലൊരു ബോയൊക്കെ വെച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴേ എനിക്ക് നല്ല നീളമുള്ള മുടി ഒരു കൊതിയായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ഷോർട്ട് ഹെയർ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും അങ്ങനെ ഒരു ഡൈജസ്റ്റ് ആവില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ മുടിയുടെ ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അതുമാത്രമല്ല, സായിക്ക് ഒട്ടും തന്നെ എൻ്റെ മുടി അവൻ്റെ ദേഹത്ത് കയറി തട്ടുമ്പോൾ, ഇപ്പോൾ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ ഫ്രീ ഹെയർ ആണെങ്കിൽ അത് കയറി തട്ടുമ്പോൾ അവൻ പറയും, അമ്മയുടെ മുടി കൊള്ളുന്നു, മാറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ കുഞ്ഞിൻ്റെ ഭാഗത്തുനിന്നും കൂടെ അങ്ങനെ കേട്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഓക്കെ, മുടി ഒരുമാതിരി പറപറാന്നിരിക്കുകയും ചെയ്യുന്നു, സോഫ്റ്റ്നെസ് എല്ലാം പോയി, കുഞ്ഞിനും അതൊരു ശല്യം പോലെയൊക്കെ കാണിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് വിടാം. എന്നിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് ആവശ്യത്തിനുള്ള കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് വീണ്ടും എൻ്റെ മുടി നല്ലൊരു ഹെൽത്തി ഹെയർ ആയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റൈലിലേക്ക് എത്തിയത്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഈ ഒരു സ്റ്റൈലിനെ പറ്റി ഞാൻ പറയാം കേട്ടോ. ഇത് വന്നിട്ട് രണ്ട് ചെവിയുടെയും 2 സൈഡും നന്നായിട്ട് ബോയ്സിനെ പോലെ അത്രയും അങ്ങ് കട്ട് ചെയ്തിട്ട്, എന്നാലും ഒരു മീഡിയം ലെവലിൽ അവർ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ പോർഷൻ വന്നിട്ട് അത്യാവശ്യം ലെങ്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിലും റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിലും എനിക്ക് കോതി ഇങ്ങനെ സൈഡിലേക്ക് ഇടാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സാരി ആയാലും ഞാൻ സാരി ഉടുക്കാനും അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സസ് ഇടാനും ഒരുപോലെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. സോ എനിക്ക് സ്റ്റൈൽ എപ്പോഴും ഞാൻ നോക്കുമ്പോഴത്തേക്കും ഐ വോണ്ട് സംതിങ് രണ്ടിനും നന്നായിട്ട് സൂട്ടാവുന്ന ഒരു സ്റ്റൈൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് വീക്ക് അല്ല, 2-3 ഡേയ്സിൽ ഞാനൊരു വെഡിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ. സോ ആ ടൈമിൽ ഐ വിൽ ഷോ യു ഹൗ ഐ എം ഗോയിങ് ടു സ്റ്റൈൽ മൈ ഷോർട്ട് ഹെയർ വിത്ത് സാരി.
ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യണം, അതും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. സോ വെരി സൂൺ യു ആർ ഗോയിങ് ടു സീ ദാറ്റ് സ്റ്റൈൽ. പിന്നെ എന്താ പറയുക, എനിക്ക് മോറോവർ എനിക്ക് ഒരു സ്റ്റൈൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക്സ് ടു ശരത്. പിന്നെന്താണ്, ഇത് കഴിഞ്ഞിട്ട് മുടി വെട്ടി കഴിഞ്ഞിട്ട് എനിക്ക് നെക്സ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ എങ്ങനെയാണ് എൻ്റെ സാരിയുടെ റിയാക്ഷൻ എന്നറിയാനായിട്ട് വളരെ താല്പര്യമുണ്ടായിരുന്നു. സോ ഞാൻ ഹെയർ കവർ ചെയ്തിട്ടൊക്കെയാണ് പോയിട്ട് അവനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും അല്ലായിരുന്നു പുള്ളിക്ക്. ആൾ പെട്ടെന്ന് കണ്ട് കുറച്ചൊന്ന് ഞെട്ടി മാമ എന്നുള്ളൊരവസ്ഥയായിരുന്നു. അവൻ നേരെ പോയി അവൻ്റെ അപ്പൻ്റെ ബൈക്കിൻ്റെ പിറകിൽ ഒളിച്ചിരുന്നു. അതായിരുന്നു അവൻ്റെ റിയാക്ഷൻ. ഹി വാസ് ലൈക്ക്, അമ്മ എന്താ ചെയ്തേ, എന്തൊക്കെയോ ചോദിച്ചു. അമ്മ എന്താ ചെയ്തേ, കട്ട് ചെയ്തോ, അമ്മയുടെ മുടി എവിടെ, പിന്നെന്താണ് മുടി വെട്ടണ്ട എന്തൊക്കെയോ പറഞ്ഞു. മുടി വെട്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മുടിയല്ലേ, അത് വളരുമല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ മുടി നല്ലൊരു ഹെൽത്തി, നല്ല സ്ട്രോങ് ആൻഡ് നല്ല സോഫ്റ്റ് ഹെയർ ആയിട്ട് തിരിച്ചു വരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു മേക്ക് ഓവർ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ടു കൾച്ചർ കഫേ ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു.